നിങ്ങൾക്ക് മാത്രമേ ജോലിയുള്ളൂ? ഞാനും നിങ്ങളെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മാത്രമുള്ളതല്ല ഈ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും കുറെ ന്യായീകരണം ഉണ്ടല്ലോ. എനിക്ക് മതിയായി സഹിച്ച്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എന്നെ അവർ പൊന്നുപോലെ നോക്കിക്കോളൂ. ഇപ്പോഴും പ്രിയേ, ഒച്ചപ്പുറത്ത് കേട്ടിട്ട് വന്നതാണ് ഞാൻ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്ക്. വഴക്കാണെന്ന് മനസ്സിലായി. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമൊക്കെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വഷളാക്കി വലിയ പ്രശ്നമാക്കണോ? നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റിയയുടെ വീട്ടിലേക്ക് റിയ എപ്പോൾ കയറി ചെന്നാലും അവർ പൊന്നുപോലെ തന്നെ നോക്കും. പക്ഷെ അവർ ഒരുപാട് പ്രതീക്ഷയോടെ അല്ലേ റിയനെ കെട്ടിച്ചു വിട്ടത്. ഇവനെ കൊണ്ട് ദേഹോപദ്രവോ അല്ലെങ്കിൽ റിയക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റിയക്ക് റിയയുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോവാം. പക്ഷേ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പണക്കമല്ലേ ഇപ്പോൾ ഉള്ളൂ. അതിനിങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിഷമമൊന്നും വിചാരിക്കണ്ട, പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ. അതിപ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തീർത്തേക്ക്.